ദൂരെ കണ്ടോ, ദൂരെ ആ കാണുന്നൊക്കെ ബിൽഡിംഗ് ആണ്. ഇത്രയും കിട്ടുമ്പോൾ അത്രയും ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ ആലോചിച്ചു പോവാം. മഴയൊക്കെ നിൽക്കുന്ന അത്ര ഹൈറ്റിലാണ്. അങ്ങനെ ബട്ട്വ കേവ്സിന്റെ യാത്ര കഴിഞ്ഞു. ഇനി നമ്മൾ ഗണ്ടിങ് ഹൈലൈനിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. നല്ല ടെമ്പറേച്ചർ ആണ് വെളിയിൽ. കാറിൻ്റെ അകത്ത് AC ഇട്ടിട്ട് പോലും നല്ല ടെമ്പറേച്ചർ ഇങ്ങനെ നിൽക്കുന്നു. സുബ്രചേട്ടനുണ്ട്. സുബ്രചേട്ടൻ നമുക്ക് കേബിൾ കാറിലേക്ക് അതാവുള്ള ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് തന്നിരിക്കുന്നു. ഈ പുള്ളിയെ നോക്കി വെച്ച കേട്ടോ, മലേഷ്യ. വെരി ഹെൽപ്ഫുൾ മാൻ. നമ്മളിപ്പോൾ ഗണ്ടിങ് ഹൈലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗണ്ടിങ് ഹൈലൈനിലേക്ക് പോകുമ്പോൾ വ്യൂ ആണ് ഈ കാണുന്നത്. രണ്ട് സൈഡും മലയാണ്, മലയും മരങ്ങളും. ഇവിടെ ടോൾ പ്ലാസയിൽ റിങ്കറ്റ് കൊടുക്കണം. അതും 2 സൈഡാണ്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് റിങ്കറ്റ് കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടി. നമ്മളപ്പോൾ എപ്പോഴും ഇത് ചാർജ് ചെയ്തിട്ടേക്കണം അല്ലേ? എപ്പോഴും ചാർജ് ചെയ്തേക്കണം. അല്ലെങ്കിൽ 1 മന്ത് പാക്കേജോ അങ്ങനെ എല്ലാം ഉണ്ടോ? ഇല്ല, അല്ല അങ്ങനെയല്ല. നമ്മൾ ബാങ്കിൽ ഒരു ഓട്ടോ ട്രാൻസ്ഫർ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ട്രാൻസ്ഫർ ഉണ്ട്. ഗണ്ടിങ് ഹൈലാൻഡിന്റെ ഹിസ്റ്ററി എന്താ? ഗണ്ടിങ് ഹൈലാൻഡിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ചൈനീസ് മാൻ, പുള്ളിക്കാരൻ വളരെ ചെറുപ്പത്തിൽ ഇവിടെ വന്നതാണ് പരീക്ഷയ്ക്ക്. ചൈനയിൽ കുടിയേറിയാണ്. സോ അദ്ദേഹം ഇവിടെ വന്നിട്ട് തടി കച്ചവടം ചെയ്യാണ്. മരം വെട്ടി വെക്കുന്നത്, പിന്നെ അങ്ങനെ തടി വെട്ടി പിന്നെ പുള്ളിക്കാരൻ ഈ സ്വാമിന്റെ സ്റ്റാർട്ട് ചെയ്തു. സ്വാമിന്റെ ചെയ്ത് പുള്ളിങ്ങനെ ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ. അത് എന്തങ്ങനെ പേരിടാൻ കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ള ഹോട്ടൽ അന്ന് ആ കാലത്ത് ഇവരാണ് പറഞ്ഞത്. നമ്മളിപ്പം ഗണ്ടിങ് ഹൈലൻഡിന്റെ ടോപ്പ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. അറൗണ്ട് നമ്മൾ നോർമൽ ലെവലിൽ 6000 ഫീറ്റ് മുകളാണ്. നമ്മൾ താഴെ എന്തുമാത്രം ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും കൊണ്ട് വന്നു. ഇവിടെ വന്നപ്പം ടെമ്പറേച്ചർ ആകെ മാറി. ഭയങ്കര തണുപ്പ് ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഇവിടെ. മുകളിൽ എത്തിയപ്പോൾ ചെവിയൊക്കെ അടഞ്ഞു തുടങ്ങി. 2 സൈഡും ഫുൾ വനമാണ്. വനത്തിന്റെ ഇടയിലൂടെയാണ് അവർ ഈ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആ റോഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വളരെ വെൽ മെയിൻറ്റെയിൻ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം അവർ ഇത് ചെയ്യുന്ന സൈഡായിട്ട് ഓടയും എല്ലാം ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൈൻ ട്രീസ് ആണെന്ന് തോന്നുന്നു അല്ലേ? പൈൻ ട്രീസ് ഒക്കെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ പഴയ ഒരു ബ്രിഡ്ജ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്നിട്ടാ ഇത് കേബിൾ കാർ ആണല്ലേ? ഇത് ഓൾഡ് കേബിൾ കാർ. ഓക്കെ. ഇവിടെ ന്യൂ കേബിൾ കാറിന്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ എന്തോ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. ഓൾഡ് ഇപ്പോൾ ഓപ്പൺ ആക്കിയേക്കാണ്. സോ നമുക്കിപ്പോൾ ന്യൂവിൽ കയറാൻ പറ്റില്ല, ഓൾഡിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ എസ്കലേറ്റർ വഴി കയറി പോകണം. എന്നിട്ട് നമുക്ക് മോളിൽ പോയിട്ട് ടിക്കറ്റ് സ്കാൻ ചെയ്യണം. താഴെയൊക്കെ നിൽക്കുന്നവർ ഗ്രൂപ്പായിട്ട് വന്നവരാണ്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് വെൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഒരു ബിൽഡിംഗ് ഒക്കെ വളരെ വെറൈറ്റി സ്കൾപ്ചറൊക്കെ വെച്ചിട്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നത്. ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ കേബിൾ കാർ വഴി മോളിൽ പോകും. പിന്നെ മോളിൽ ഹൈറ്റിൽ പോകണം. അവിടെ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡായ സുബ്രു ചേട്ടൻ പറഞ്ഞു.
7 മണി രാവിലെ 7 മണി കേബിൾ കാർ ഓപ്പൺ ആണ്. ഓക്കെ, ഓൺലൈൻ ടിക്കറ്റ് ഇവിടെ കാണിച്ചു. എന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മളാണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇതാണ്. ഇവിടെയൊക്കെ പോലീസൊക്കെ നിൽപ്പുണ്ട്. ഇതാണ് കേബിൾ കാർ. അങ്ങനെ നമുക്ക് കേബിൾ കാർ എത്തി. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ കയറി കേബിൾ കാറിൽ. ഹലോ, അപ്പൊ നമ്മൾ കേബിൾ കാർ സുഹൃത്തുക്കളെ കുഴപ്പമില്ല. ഗൈസ്, ഞങ്ങൾക്ക് നല്ല പേടിയായിട്ടിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ ഈ കേബിൾ കാറിൻ്റെ അകത്ത്. മാത്രമല്ല, എത്ര അടി പൊക്കത്തിലാ താഴ്ച നോക്കിക്കേ. ഇത്രേ അടി താഴ്ചയില്ല, ഇത്ര അടി പൊക്കത്തിലാണ് നമ്മൾ പോകുന്നത്. കുഴപ്പമില്ല, അപ്പുറത്തൂടെ പോകുന്നവരും കൂടെ എടുത്തോ, ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ കൂടെയും കേബിൾ കാറൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഇത്രയും പൊക്കത്തിലാണ് പോകുന്നത്. വളരെ സൈലന്റ് വെച്ചാൽ വളരെ സൈലന്റ് ആണ് ഇപ്പം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ചീവീടിന്റെ ഒരു സൗണ്ട് മാത്രമുള്ളത്. നമ്മൾ പോകും ഭയങ്കര കാട്ടിന്റെ അകത്തൂടെയാണ്. കാട്ടിന്റെ അകത്തൂടെ മീൻസ് കാട്ടിന്റെ ഏറ്റവും ടോപ്പ് അതായത് ഹിൽ ഏരിയ കൂടെ നമ്മൾ പോയി 6600 ഫീറ്റിന് മുകളിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു മരത്തിന്റെ ഹൈറ്റ് പറയുമ്പോൾ അത്രയും ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ ആലോചിച്ചു പോവാം. മരമൊക്കെ നിൽക്കുന്ന അത്ര ഹൈറ്റിലാണ്. ഞങ്ങളുടെ ചെവിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ രണ്ടുപേരും ചെവിയും ഓൾമോസ്റ്റ് അടഞ്ഞിരിക്കും. നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഇപ്പം കാണാം, നല്ല മൂടൽമഞ്ഞ്, ഈ ഒരു കോടമഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി. ഈ ഒരു ടെമ്പറേച്ചർ അല്ല നമ്മൾ ആ ഒരു റോഡ് എൻഡിൽ നിങ്ങൾക്കാണ് നോക്കി ആ ഒരു ഇത് പോകുന്നുണ്ടോ, ലൈക്ക് എത്ര ദൂരം ഇല്ലാന്ന് പോകുന്നതെന്ന്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നത് അത്രേ ഹൈറ്റ് നമ്മൾ വന്നേക്കുന്നത്. താഴോട്ട് നോക്കാനേ പാടില്ല. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള ബോധം കൂടെ പോകും കേട്ടോ. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കേബിൾ കാർ ഫസ്റ്റ് ടൈം ആണ്. ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു മഴയല്ല, എനിക്കൊന്ന് മഞ്ഞിന്റെ ആണെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളം മിസ്റ്റ് ആവാത്തുള്ള വെള്ളം വീഴുന്നുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ആൾക്കാരൊക്കെ ഈ റോപ്പിന്റെ ഒക്കെ കട്ടിന്ന് വെച്ചാൽ ഭയങ്കര വൻ റോപ്പിലായി പോകുന്ന കേട്ടോ. കാരണം അപ്പോൾ അവർ ഇത്രയും വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ട് റോപ്പ് വേ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്തുമാത്രം വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ അതൊക്കെ ആ പർട്ടിക്കുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട്, അതായത് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് പൈസ മാത്രമല്ലല്ലോ നമ്മുടെ ഫസ്റ്റ്. എല്ലാവരും നമുക്ക് ഒരു ഇൻകം ആണ് എല്ലാവരും നോക്കുന്നത്. പക്ഷെ ഇൻകത്തിൻ്റെ കൂടെ ആ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടെ കുറച്ചും കൂടെ വെൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഫസ്റ്റ് ഒരു വിസിറ്റ് മാത്രമല്ല പല വിസിറ്റും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വരും. ഇതുപോലൊക്കെ തന്നെയല്ലേ നമ്മുടെ നാട്ടിലും അല്ലേ, നല്ല പച്ചപ്പും ഹരിതാപമായിട്ടുള്ളത്. ക്യാമറയിൽ മൂവ് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യില്ല. ഓക്കെ, ഇത്രയും അടി താഴ്ചയിലാണ് പോകുന്നത്.
ഇതിങ്ങനെ മല കയറി പോയി. എനിക്ക് തോന്നുന്നത് 6500 മേളിലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 6600 നമ്മളാ ഇവിടെ വരെ ആയിരിക്കും. അതായത് മുകളിലാണെന്ന് എനിക്കറിയില്ല, കാരണം ചെവിയൊക്കെ അടഞ്ഞു തുടങ്ങി. അതെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കേബിൾ കാർ ഇവിടെ നിന്ന് എന്താണ് സംഭവം അറിയാൻ വയ്യ. ഇവിടുന്ന് വിളിച്ചു പോയാൽ തന്നെ കുറെ കൊലങ്ങന്മാർ മാത്രമേ വരാമുള്ളൂ. ചെറിയ ഭയം ഉണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ആരും തിരിച്ചിരിക്കണ്ട. വീണ്ടും മൂവായി തുടങ്ങി. ഇങ്ങോട്ടുള്ള എടുക്കാം, ഇങ്ങോട്ട് എടുക്കാം. നല്ല കാറ്റ്, നല്ല കാറ്റിൽ നല്ല തണുപ്പ്. മഴയുണ്ട് കേട്ടോ ഇവിടെ, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, വരുമ്പോഴേക്കും മഞ്ഞ് മൂടി കിടക്കുന്നത് കാണായിരുന്നു കേട്ടോ. നമ്മുടെ സുബ്രചേട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ആഫ്റ്റർനൂൺ ആണ്. നമ്മളെ ആഫ്റ്റർനൂൺ കൊണ്ടുവരാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ശകലം താഴേന്ന് കുറയും. അപ്പോൾ ആൾക്കാർ ടൂറിസ്റ്റിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. അപ്പം പിന്നെ ഭയങ്കര നമുക്ക് ഈ കേബിൾ കാറിൽ കയറാൻ തന്നെ ആണെങ്കിൽ പോലും നല്ല ക്യൂ ഒക്കെ ആയിരിക്കും. ഇപ്പം ഞങ്ങൾ വന്നു ഒരു നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി 5 minutes പോലും ആയില്ല. നമ്മൾ നേരെ എക്സ്പ്ലേറ്ററിൽ കൂടെ കയറി ഇറങ്ങി ടിക്കറ്റ് സ്കാൻ ചെയ്തു കയറി. ഇവിടെ വേറെ സംഭവം ഉണ്ടോ? ഇത്രയും പൊക്കത്തിന്റെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ബിൽഡിംഗ് നിൽക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഹിൽ ഏരിയ ആരെങ്കിലും കൊണ്ടുപോയി ബിൽഡിംഗ് പണി കഴിഞ്ഞാൽ അതാകുമ്പോൾ ഇടിച്ചു പൊളിച്ചത്, അത് അലൗഡ് അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ഇവരൊക്കെ പണി നോക്കി, ഇവരൊക്കെ പണി എന്ന് വെച്ചാൽ എത്രയോ നിലകൾ ഉള്ള രീതിയിലാണ് ബിൽഡിംഗ് പണിയത്. നിങ്ങൾക്ക് കാണാം, നമ്മുടെ ദൂരെ കണ്ടോ, ദൂരെ ആ കാണുന്നതൊക്കെ ബിൽഡിംഗ് ആണ്. ഇത്രയും ഒരു ആലോചിച്ച് 6600 അത്രയും ഫീറ്റ് പൊക്കത്തിലൊരു മലയിലും ബിൽഡിംഗ് പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവർ അത്രയ്ക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കണ്ടുകൊണ്ടാണ് ഇവിടെ ഒരു ചൈനക്കാരൻ, അതായത് മരമൊക്കെ വെട്ടി ഇതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചൈനക്കാരൻ, അതായത് പുള്ളിക്കാരൻ വുഡ് കട്ടറാണ്. പുള്ളിക്കാരൻ പല മലകളും കയറി ഇറങ്ങി ഇങ്ങനെ മരം വെട്ടുന്ന സമയത്ത് ഈ ഒരു ഡെസ്റ്റിനേഷൻ പുള്ളിക്കാരൻ നോട്ടീസ് ചെയ്തു. അങ്ങനെ ഇവിടെ പല പല സ്റ്റേറ്റും പല പല രാജഭരണമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ പുള്ളിക്കാരൻ ഇവിടുത്തെ ഗവൺമെന്റിനോട് ഇൻഫോം ചെയ്തു, ഇവിടെ ഒരു കാസിനോ പണിയണം, അതായത് ഹിൽ ടോപ്പിൽ ഒരു കാസിനോ പണിയണം. നമുക്കെല്ലാവർക്കും അറിയാം ചൈനീസ് ആളുകൾ മോസ്റ്റ്ലി അവരുടെ എന്റർടൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാംബ്ലിംഗ് ഒക്കെയാണ്. അപ്പോൾ രാജാവിനും അത് സന്തോഷമായി. രാജാവും നല്ലൊരു ഗാംബ്ലർ ആയിരുന്നു എന്നാണ് ഇവിടുത്തെ ലോക്കൽ ഇൻഫർമേഷൻ. സോ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു റിക്വസ്റ്റ് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു. പക്ഷെ ഗവൺമെന്റ് അത് ഫുള്ളി അക്സെപ്റ്റ് ചെയ്തില്ല, ബിക്കോസ് ഗാംബ്ലിംഗ് മാത്രമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ വാട്ട് ദേ ഡൺ മീൻസ് അവർ പറഞ്ഞു ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടെ ബിൽഡ് ചെയ്യണം. അങ്ങനെയാണ് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവർ ബിൽഡ് ചെയ്തത്. അങ്ങനെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും പിന്നെ ഇതായിട്ട് ബന്ധപ്പെട്ട ടെമ്പിൾ, ചൈനീസ് ടെമ്പിൾ ഉണ്ട്. നമുക്ക് ചൈനീസ് ടെമ്പിൾ ഇന്ന് പോകാൻ പറ്റില്ല, അത് നമ്മുടെ ഒരു വലിയൊരു മിസ്സിംഗ് ആയിപ്പോയി. മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓൾഡ് കേബിൾ കാർ റൂട്ടാണ്. ഇതിന്റെ ന്യൂ കേബിൾ കാർ റൂട്ട് ഉണ്ട്, പക്ഷെ അവിടെ എന്തോ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇന്ന് പോകാൻ പറ്റില്ല ആ റൂട്ടിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടെമ്പിൾ നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇന്ന് അത് മാത്രമല്ല ഇവിടെ ഒരു റിസോർട്ട് പണിയും ചെയ്തു. ആ റിസോർട്ട് എന്താ പേര് നിമ്മി? അതിന്റെ വേൾഡ് ഫസ്റ്റ് ഹോട്ടൽ എന്നായിരുന്നു ആ ഇതിന്റെ. അതായത് ആ ഹോട്ടലിന് അറൌണ്ട് 6,500 or 6,600 റൂമുണ്ട്. 6,600. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിൽ ടോപ്പിൽ വെച്ചേക്കുന്നത് കൊണ്ടും ഈ ഹിൽ ടോപ്പിന്റെ ഫീറ്റ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 6,600 ഫീറ്റ് ഉണ്ടായതും അത്രയും ഹൈറ്റിലാണ് അത്രയും റൂംസ് ഇവിടെ ആഡപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടൂറിസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാംബ്ലിങ്ങിന് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പോലെ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോയിന്റ്സ് കിട്ടുന്നുണ്ട്.
അപ്പോൾ ആ പോയിന്റ്സ് അനുസരിച്ച് അവരെന്ത് ചെയ്തു, ഒരു ഓഫർ ആ റൂം അക്കോമഡേറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അത് സെറ്റപ്പ് ചെയ്തു. കൂടുതൽ ആൾക്കാർ അതിലോട്ട് വരും. കൂടുതൽ ആൾക്കാർ അതിനെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി, അതായത് ടൂറിസ്റ്റേഴ്സിനെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി അവർ നോക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ഹിസ്റ്ററി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും പല സ്ഥലത്തും ഉണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് വേറെ പല രാജ്യങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലുള്ളവരൊക്കെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വരുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. കാരണം അവരൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നത് അവർ പുതുമ തേടി, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് വേറെ നാട്ടിൽ പോകുന്നു, നമുക്ക് വേറെ ഡെസ്റ്റിനേഷൻ കാണാനുള്ള ആഗ്രഹമുണ്ട്. അതേപോലെയാണ് അവരും നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. സോ വരുന്നവർക്ക് കൂടുതൽ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കുക. ഭയങ്കര താഴ്ചയിൽ കൂടെ നമ്മൾ പോകുന്നത്, ഹൈറ്റിൽ കൂടെ നമ്മൾ പോകുന്നത്. ഈ മൂടൽമഞ്ഞ് എത്തും. ഇപ്പൊ നോക്കിയ ഗൈസ്, മൂടൽമഞ്ഞ് നമ്മൾ ഒരുപാട് കൂടി വരുവാണ്. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന കേബിൾ കാറൊക്കെ ചില സ്ഥലത്തൊക്കെയാണ് വിസിബിൾ, ചില സ്ഥലത്ത് വിസിബിൾ പോലും ആവുന്നില്ല. ഞാൻ ആലോചിക്കുന്നത് ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി മെയിൻ്റെനൻസ് ചെയ്യുന്നവരെ സമ്മതിക്കണം. നമുക്കൊക്കെ ഒരു ലാഡറിൽ കയറി മാക്സിമം ഒരു 6 മീറ്റർ മുകളിൽ ലാഡറിൽ കയറി നമുക്ക് തലവേദന. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി നിൽക്കുന്നവരുടെ അവസ്ഥ വെച്ച് നോക്കിയ ഗൈസ്. ഇതേപോലെ നമുക്ക് തിരിച്ചിറങ്ങുമ്പോഴും ഇതേപോലെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന റിസോർട്ടിൻ്റെ ഒക്കെ ഹൈറ്റും നമ്മൾ നേരത്തെ ദൂരെ കണ്ട ആ റിസോർട്ടായിരുന്നു. നമ്മൾ നേരെ ഒന്ന് കയറുക. ലാൻഡിങ് എത്തി. സ്പീഡ് പറയല്ലോ, നേരെ ഇടിച്ചിരിക്കും. അങ്ങനെ ഓക്കെ. അയ്യോ അയ്യോ, ഇത് ബസ്സിലൊക്കെ കയറുന്ന പോലെ നിൽക്കുന്നില്ല സാധനം. കേബിൾ കാർ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ചാടി ഇറങ്ങേണ്ടി വരും. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത് ഈ കാഴ്ചയാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഇത്രയും വലിയ ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം ഇത് എന്തോ വലിയ ജാറാണ്. അതിൽ കൂടെ എന്തോ ഇത് ഹെർബൽ ടീ വെച്ചേക്കാം, സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലം. അപ്പോൾ ടാപ്പ് വന്നു കഴിഞ്ഞാൽ ടീ വരും. വേണോ? സൂട്ടിങ് ആൻഡ് നറിഷിങ് ഹെർബൽ ടീ വേണോ? അതേപോലെയാണ് ഹെർബൽ ടീ എടുക്കുന്നത്. നമ്മൾ വാങ്ങിച്ച ഒരു ഹെർബൽ ടീ. ഇതിന് മധുരമുണ്ട്, ഈ കാണുന്നതിന് മധുരമില്ല. ടീ അങ്ങനെ കുടിച്ചിട്ട് അഭിപ്രായം ഉണ്ടോ? സോറി, അഭിപ്രായം ഉണ്ടെന്നോ? ഉണ്ടല്ലേ? അത് ഫ്ലവേഴ്സിൻ്റെ ആണ്. ഈ കാണുന്നതാണ് ഗൈസ്, 5 ഫ്ലവർ ടീ എന്ന് പറയുന്നത്. ഓക്കെ,
മധുരം ഉള്ളത് കുഴപ്പമില്ല, അല്ലെങ്കിൽ കഷായം പോലെ വേണം. അത്യാവശ്യം ചൂടുണ്ട്. ഇവിടെ ആ ഒരു നമ്മുടെ എന്താ പറയാ സുഖമാണ്. കാരണം നമ്മൾ ഇത്രയും മുകളിൽ കയറി വന്നിട്ട് ഈ ചൂട് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് സ്ട്രോയെ കുടിക്കുന്നത് അത്രയ്ക്കല്ല, ഇതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു കപ്പി കുടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആ ഒരു ഉണക്കിയ ലീഫിന്റെ നിമ്മി വന്ന ഉണക്കിയ ലീഫിന്റെ ഒരു വരുന്നുണ്ട്. ഫ്ലവർ അങ്ങനല്ലേ? ഫ്ലവേഴ്സ് ഉണ്ട്. ഓക്കെ. ഫേമസ് ഒരു ഇതുണ്ട്, വാച്ച് കടയൊക്കെ ഉണ്ട്. വാച്ച് ഷോപ്സിനൊക്കെ പ്രീമിയം വാച്ച് ഷോപ്സ് ആണ്. സ്കൈ അവന്യൂ കോംപ്ലക്സ്, ഫസ്റ്റ് വേൾഡ് കോംപ്ലക്സ്, അതിങ്ങനെ സ്റ്റാർട്ട് സ്കൈ വേൾഡ്. പിന്നെ ഇവിടെയൊക്കെ ഫുഡിൻ്റെ പോസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫുഡിൻ്റെ റേറ്റും ഓഫേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചൂസ് ചെയ്ത് കഴിക്കാന്നേ ഉള്ളൂ. വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്നു. ചീര, ക്യാബേജ്. സെൻറ്റിങ് പാലസ് എന്ന് പറയുന്ന ഹോട്ടലാണ്. നോൺ ഹലാൽ ചിക്കൻസ് ഒക്കെ ഉള്ള ഇവിടെ ഭയങ്കര സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഒന്ന് കയറും. ഈ ഹിൽ ടോപ്പിൻ്റെ അകത്തൊരു ഷോപ്പിംഗ് പ്ലേസ് ഉണ്ട്. ഇവിടെ വളമാല, ഷൂസ്. ഇതൊക്കെ ചൈനീസ് ഫുഡ് കിട്ടുന്ന ഓരോ കുസൈനാണ്. അവർ എന്തും വെൽ മെയിൻറ്റെയിൻ അല്ല, എന്താ പറയുക, ഞാൻ വീണ്ടും മെയിൻറ്റെയിൻ പറയുന്നു. അവിടെ ഭയങ്കര അട്രാക്ഷനോടെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ നാട്ടിലത്തെ ക്രിസ്മസ് ട്രീ പോലെ. ഇവരുടെ ചൈനീസ് ന്യൂ ഇയർ വരുവാണ്. ചൈനീസ് ന്യൂ ഇയർ അത് ഫെബ്രുവരിയിൽ എന്താണ്. ഇത് ചൈനീസ് കോയിൻ പോലത്തുള്ള സാധനമാണ്. വെൽവെറ്റ് പോലെ ഇരിക്കുന്നു. ഇതൊക്കെ ജീവനുള്ള കേട്ടോ. നല്ല വലിയ ക്രാബ് നോക്കിയേ. കൊഞ്ച്, ഇതൊക്കെ ജീവനുള്ളതാണ്. ഇവരുടെ മെയിൻ ആയിട്ട് ബിസിനസ്മാൻ. ഇതൊക്കെ അന്നത്തെ കൺസ്ട്രക്ഷൻ ടൈം. ഈ റോഡ് ഇങ്ങോട്ട് ഗണ്ടിങ് ഹൈലൈനിലേക്ക് വരാനുള്ള റോഡ് കൺസ്ട്രക്ട് ചെയ്ത സമയത്തുള്ള ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് പുള്ളിക്കാരൻ. 1997. Founders see that to go on 1918 to 2007. ഇത് കാണിച്ചു കൊടുക്കുകയാണോ?
ഈ ഗണ്ടിങ് ഹൈലാൻഡിൻ്റെ ഓവർ വ്യൂ ആണ് ചെയ്യുന്നത്. ഐലൻഡിലേക്ക് പോകാനുള്ള സ്കൈവേയുടെ ഒരു സ്മോൾ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. 1997 കൺസ്ട്രക്ട് ചെയ്തത്. അതിൽ അറൗണ്ട് 3.4 കിലോമീറ്റർ ഉണ്ട്. 2000 പീപ്പിൾ പെർ ഹവർ ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടി. നമ്മൾ കേബിൾ കാർ ഇപ്പോൾ ഹോട്ടലിൻ്റെ അകത്തുനിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ വ്യൂ എടുത്തതാണ്. എന്തും മഞ്ഞ തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ വാട്ടർ തീം പാർക്കിലേക്ക് പോവാണ്. ഗണ്ടിങ് ഹൈലൻഡിൽ തന്നെയുള്ള എക്സ്കലേറ്റർ കയറി നമ്മൾ McDonald's ഉണ്ട്. ഫുഡ് കഴിക്കുന്നോ? ഞാൻ ഫുഡ് മാക്ഡൊണാൾഡ്സ് എല്ലാം കഴിച്ചില്ല. ഹലോ ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു. മക്ഡൊണാൾഡ്സിൽ കയറി 2 ചിക്കൻ ബർഗറൊക്കെ കഴിച്ച് ഉച്ചക്കലത്തെ ഫുഡും ഒക്കെ ആയി. ഇനി അമ്യൂസ്മെന്റ് തീം പാർക്കിലേക്ക് പോവാണ്. ഈ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് ചൈനീസ് ലാമ്പൊക്കെ ഇട്ട് ഇതേപോലത്തുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് സൈഡിലൊക്കെ ഉണ്ട്.
റെസ്റ്റോറൻ്റ് ആണ്. ഇതുകൊണ്ടാ ഈ കാണുന്നത് ജപ്പാനീസ് റെസ്റ്റോറൻ്റ് ആണ്. ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ് കഴിച്ചത്. തീം പാർക്ക് അന്വേഷിച്ചുള്ള യാത്രയിലാണ്. അയ്യോ, ഇതാണ് തീം പാർക്ക്. അവസാനം കിട്ടി.会带来联合会议团队3月18号出去，在剧院里期待人民家里长辈为青春。 നമ്മളിപ്പോൾ നിൽക്കുന്ന ഇൻഡോർ തീം പാർക്കിലാണ്. ഒരുപാട് റൈഡ്സ് ഉണ്ട്. സ്കൈ വീലുണ്ട്. ഇൻഡോർ സ്കൈ വീലാണേ. പിള്ളേർക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിനും ഉണ്ട്. This one. How many? You come by? No, okay. Yes, yes. That's it? Yes. Accept. Okay, accept this one. Okay. Remember?
ഗ്രീൻ. ക്ലിയർ ഒന്നല്ല. അപ്പോൾ ഗൈസ് താങ്ക് യു. ഇവിടെ ക്യാഷ് എടുക്കത്തില്ല, ബൈ ATM മാത്രമേ എടുക്കൂ. ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം. ഞാൻ എൻ്റെ ATM കാർഡ് ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്തേക്കണം. ഓക്കെ. ഈ മൊത്തം ഞാൻ കാണിച്ചു തരുന്നതാണ്. ഈ റൈഡ്സിലെല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വേണം. അത് ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്ത കാർഡ്സ് വേണം. എൻ്റെ കയ്യിൽ ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്ത കാർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. നാട്ടിലെ കാർഡായാലും ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു മെയിൻ കാര്യമാണ്. നിങ്ങൾക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നല്ല ഏത് കൺട്രിയിലും അവിടെ ചെന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു നിലവിളിക്കുന്നു കേസ്. ഓക്കെ, അപ്പം അതാത് ഇപ്പം സ്റ്റേറ്റിൽ, ഇപ്പം നിങ്ങൾ കേരളത്തിലാണ് വരുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യുക. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ അവരുടെ ഇൻവെസ്റ്റിനായിട്ട് അവർ ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ വരിക, ആ കാർഡ് അക്സെപ്റ്റ് ആണ്. ഞാൻ ക്യാഷ് എടുത്ത് കൊടുത്തു, ഇവിടുത്തെ റിങ്കറ്റ് എടുത്ത് കൊടുത്തു. അപ്പോൾ ക്യാഷ് ഒന്നും അക്സെപ്റ്റഡ് അല്ല. സോ നിങ്ങളത് നോക്കാം. ഉണ്ടല്ലോ. എനിക്കറിയില്ല അതെവിടെയാണ് പോയി അതങ്ങനെയല്ലോ. 1 30 എടുത്തുള്ളൂ. ഇത് ഇൻവോയ്സാ, ഇത് കാർഡ് ട്രാൻസാക്ഷൻ ഇൻഫോർമേഷൻ. ഇതാണ് bro, this where we can go there? This one? Yeah, this one. Oh, there escalator up level 3. Level 3, huh? ഈ മോളിൽ കൂടെ പോകുന്ന ഇതിന് കയറണമെങ്കിൽ 3rd ഫ്ലോറിൽ പോകണം. നമ്മൾ ഈ കാണാൻ പോകുന്ന സ്കൈ റൈഡിൽ കൂടെ കയറാൻ പോവാണ്. ഈ സ്കൈ റൈഡിൽ കയറിയാൽ ഉപയോഗം വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന തീം പാർക്ക് ഫുള്ളും ചുറ്റി കാണാൻ പറ്റും. നടന്ന സമയം കളയണ്ട, എല്ലാ റൈഡിലും കൂടെ കയറണം. ചില റൈഡിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കുളിച്ച് കഴിച്ച ഫുഡ് ഉൾപ്പെടെ താഴെ എത്തും. നമ്മുടെ റൈഡിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. Okay. എമ്മ എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്.
എല്ലാം മനസ്സിലായിക്കാണ്. ആകാശം നല്ല സ്കൈ റൈഡ് നല്ല രസമുണ്ടായിരുന്നു. ഓരോ റൈഡിൽ കയറാനും ഡിഫറെന്റ് എമൗണ്ട് ഉണ്ട്. നോർമലി ഉള്ള പോലെ തന്നെ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ആക്സെപ്റ്റ് ആവും. ഡെബിറ്റ് കാർഡ് ആക്സെപ്റ്റ് ആവുമെങ്കിൽ നിങ്ങൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്ത് ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം വരാം. അത് നാട്ടിൽ തന്നെ ചെയ്യപ്പെടും. പിന്നെ വേറെ എക്സ്പീരിയൻസ് ആണ് ഇത്. ഇതുകൊണ്ട് ഈ റൈഡിന്റെ ഉപയോഗം അറിയാം. ഈ ചുറ്റും കാണുന്ന റൈഡും ബാക്കിയുള്ള റൈഡും നമുക്ക് കവർ ചെയ്ത് വരാം. സിംഗിൾ സർക്കിൾ ഞങ്ങൾക്ക് റൈഡ് വലിയ അഡ്വഞ്ചർ ഒന്നുണ്ട്. ജസ്റ്റ് സ്ലോലി പതുക്കെ ഈ ഒരു തീം പാർക്ക് ഫുള്ളും റൊട്ടേറ്റ് ചെയ്ത് കവഞ്ഞു വെക്കും. പക്ഷെ ബാക്കിയുള്ള ഇൻഡിവിജ്വൽ റൈഡിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആണ്. അത് അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ഇൻഡിവിജ്വലി കയറുന്നത് തന്നെയാണ് നല്ലത്. ഇത് എടുക്കാൻ പാടില്ല. ഇത് ഞാൻ എടുത്തത് നോക്കുന്നത് ഇതിൻ്റെ ഒരു ലൈറ്റിങ്, ഇത് കണ്ടല്ലോ ലൈറ്റൊക്കെ ചെറിയ ഞങ്ങൾ ഇരിക്കുന്ന ഇതിൻ്റെ ഒരു ഞങ്ങൾ ഇരിക്കുന്ന റൈഡിൻ്റെ ഇത് തന്നെ ഉണ്ടോ. നല്ല രസമല്ലേ? ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത് എടുത്തത്. ഈ പ്ലാൻ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ ഓർത്ത് വെക്കുക. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായി. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. തിരിച്ചിറങ്ങി നല്ല മഴയുണ്ട്, തണുപ്പുണ്ട്, കോടമഞ്ഞുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെന്താ പറയാ, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ഡ്രൈവർ ആണെങ്കിലും എല്ലാം നല്ല കിടലാണ്. അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന സാധനങ്ങൾ അവിടെ ഉണ്ട്, ഇന്നൊക്കെ കാണാനുണ്ട്, ഇതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ ഫോക്കൽ പോയിന്റ്. ഇവിടുത്തെ അവരോട് ചോദിച്ചിട്ട് അവര് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണെങ്കിൽ നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പാടാം. അതായത് നമ്മുടെ അവരായിട്ടുള്ള കോർഡിനേഷനിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അപ്രോച്ചും അതേപോലെ ബാഡ് ആയിരിക്കും. ബാഡ് മീൻസ് ഞാൻ എന്താ വെച്ചാൽ ചില മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും.
എന്തോ നല്ല ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയത് നല്ലൊരു സുബ്ര ചേട്ടനെയാണ്. മലയാളിയാണ് പുള്ളി. പുള്ളി മലയാളി. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമുക്ക് എത്ര ടൈം ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യണം, നമുക്ക് എപ്പം ട്രാവൽ ചെയ്യണം, ഇപ്പം ഇവിടെ നിന്ന് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റോഡ് ട്രാഫിക്കും, അപ്പം അത് റോഡ് ട്രാഫിക് എന്ന് വെച്ചാൽ അവിടെ റോഡ് ക്ലോഷർ ആവും. റോഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടൈം മാനേജ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം, ഒരു ഡെസ്റ്റിനേഷൻ ഇറങ്ങണം. അപ്പം പുള്ളി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. അല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ ഒരു 5 hours 4 hours ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ട്രാഫിക് പെട്ടുപോകും. പിന്നെ നമ്മൾ ബാക്കിയുള്ള നമ്മൾ പ്ലാൻ ചെയ്ത ഡെസ്റ്റിനേഷൻസ് ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടണോ ഇല്ല നമ്മുടെ പാക്കേജ് പ്രകാരം. സോ നമുക്ക് അവരെ കംപ്ലൈൻറ്റ് ചെയ്യാനും പറ്റത്തില്ല, ബിക്കോസ് ദ മിസ്റ്റേക്ക് ഈസ് അവേഴ്സ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചാൽ മതി. ഇവിടെ KFC ഉണ്ട്, മാക്ഡൊണാൾഡ്സ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, നമ്മൾ ഇന്ത്യയിൽ കാണുന്ന എല്ലാം മിക്കുള്ള ഫാസ്റ്റ് ഫുഡ് ബിസിനസ് ഉണ്ട്. പിന്നെ അല്ലാതെ ലോക്കൽ മാർക്കറ്റ്സ് ഉണ്ട്. ലോക്കൽ മാർക്കറ്റ്സിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ ഇഷ്ടംപോലെ ഫുഡ്സ് ഉണ്ട്. തായ്, ഇന്തോനേഷ്യ, ചൈനീസ്, ജപ്പാൻ, ഒരുപാട് ഫുഡുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ആപ്റ്റ് ആവണമെന്നില്ല. കാരണം നമ്മൾ ടേസ്റ്റ് ചെയ്യാത്ത ചിലപ്പോൾ ചിലതൊക്കെ സ്റ്റീം ചെയ്ത് ഡയറക്റ്റ് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ളതെല്ലാം കഴിച്ച് ശീലം, അപ്പൊ അതുകൊണ്ട് പാടായിരിക്കും. അതൊന്നും നമ്മൾ പരീക്ഷിച്ചില്ല. ഇല്ല, നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഒരു മലേഷ്യൻ ഡിഷ്, അതായത് നമുക്ക് പരിചിതമാണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഡിഷ് ട്രൈ ചെയ്യണം ആഗ്രഹമുണ്ട്, നോക്കണം. ഇനി പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം വരുന്നതായിരിക്കും, വരും വീഡിയോകളിൽ കാണാം. അതെ, ഇപ്പൊ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് കാണാം നല്ല മഴയുണ്ട്, നല്ല കോടമഞ്ഞുണ്ട്. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനിയും നല്ലൊരു വ്ളോഗായിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.